വിപിൻ ദാസാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. വിപിൻ ചേട്ടനാണ്. നമ്മൾ പണ്ട് മുതലേ ഉള്ള ഒരു ബന്ധമാണ്. നമ്മൾ ഒരു ഡിസ്റ്റൻറ്റ് കസിൻസാണ്. അതെല്ലാം പറഞ്ഞു തന്നതാണ്. അതെല്ലാം ഭദ്രൻ സാറിൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് ആണ്. ഒരു ടൈം വരെ ഞാൻ സീരിയസ് അല്ലായിരുന്നു. ഞാൻ ഭയങ്കര കുട്ടിക്കാലത്തൊട്ട് വന്നപ്പോഴെല്ലാം അതൊരു നമുക്കറിയില്ല, അതിൻ്റെ സീരിയസ്നെസ് അറിയില്ല. നമ്മളെങ്ങനെയൊക്കെ ചെയ്തങ്ങ് പോയെന്നായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഈ വാഴ 2 ആക്ച്വലി നമ്മൾ തുടങ്ങിയപ്പം ഫസ്റ്റ് ഹാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട് തുടങ്ങുമ്പോൾ. സിനിമയ്ക്ക് നമ്മൾ ആവശ്യമല്ല എന്ന് പറയില്ലേ, നമുക്കാണ് സിനിമ ആവശ്യം. അതാണ് ബേസിക് കാര്യം. ഇൻഫ്ലുവൻസ് ചെയ്തത് എനിക്ക് എനിക്ക് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. ചേട്ടൻ പഴയ ഒളിമ്പിൽ അഭിനയിച്ച ആളല്ലേ. അന്ന് ചില കമൻസ് ആണ്, അന്നേ വികൃതി കാരണമാണ് ഇപ്പം ഇങ്ങനെയായെന്നൊക്കെ പറഞ്ഞിട്ട് അവസരമല്ലേ ചോദിക്കുന്നുള്ളൂ, കടമൊന്നുമില്ലല്ലോ. ഡീപ് ഡൈവിൽ നമ്മോടൊപ്പം മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട അരുൺ. നമസ്കാരം. നമസ്കാരം. അതെ, കുട്ടേട്ടൻ ഹാപ്പി അല്ലേ? അതെ, കുട്ടേട്ടൻ ഭയങ്കര ഹാപ്പിയിലാണ്. ഇപ്പോൾ മലയാളികൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 3-4 കുട്ടേട്ടന്മാരുണ്ട്. അതായത് കുഞ്ഞിരാമായണത്തിൻ്റെ ഒരു കുട്ടേട്ടനുണ്ട്, പിന്നെ അതുപോലെ തന്നെ മമ്മൂക്ക എന്നുള്ള കുട്ടേട്ടനുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടേട്ടൻ ഗ്യാങ്ങിലേക്ക് ഇപ്പോൾ അവസാനമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടൊരു ആൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ട്രോളുകളും അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ എഴുത്തുകളും ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. നമ്മൾ ഇൻസ്റ്റയിൽ തന്നെ എനിക്ക് തോന്നുന്നു കേരള പോലീസ് ചേട്ടന്മാരെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ടതും, പിന്നെ മിൽമയും ഒക്കെ പോസ്റ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കും കുട്ടേട്ടൻ രജിസ്റ്റർ ആയെന്ന് എനിക്ക് മനസ്സിലായി. കുട്ടേട്ടൻ അത് കാണാറുണ്ട്, ട്രോളും പരിപാടി എല്ലാം കാണാറുണ്ട്. കുറേ ആൾക്കാർ വീഡിയോസിൻ്റെ ഇടയിലിടും ഇതിങ്ങനെ മുടി വളർത്തിയ ആൾക്കാർ മാത്രം എന്ന് പറയുമ്പം ഒരു സൊസൈറ്റിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. സത്യം. അപ്പം അതല്ല എന്നുള്ളത് മാറ്റി അല്ലാത്ത കുട്ടേട്ടന്മാരുണ്ടെന്നുള്ളത് ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ അരുണിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈല് സാധാരണ നമ്മൾ അപ്ഡേറ്റ്സ് മാത്രമേ കാണുള്ളൂ. ഞാൻ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നൊരു ഡയലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി രാജാവ് സിനിമയിൽ സുധീറേട്ടൻ ദിലീപേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഇല്ലേ, എങ്ക പാത്താലോ നീ എന്ന് പറയില്ലേ, അതേപോലെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേപോലെ മിൽമ, അതേപോലെ തന്നെ ഇപ്പോൾ കേരള പോലീസിന്റെ അപ്ഡേറ്റുകൾ വന്നപ്പോൾ എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാലത്തിലൂടെ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ്? വിപിൻ ദാസാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. വിപിൻ ചേട്ടനാണ്. നമ്മൾ പണ്ട് മുതലേ ഉള്ള ഒരു ബന്ധമാണ്. നമ്മൾ ഒരു ഡിസ്റ്റൻറ്റ് കസിൻസാണ്. സിനിമ എന്നുള്ള സംഭവം വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി കണക്ട് ആയത്, ഫാമിലിയെ വെച്ചിട്ടല്ല. പണ്ട് തൊട്ടേ പുള്ളി ആദ്യം ചെയ്ത ഷോർട്ട് ഫിലിമിൽ ഞാനായിരുന്നു ഹീറോ. പിന്നെ അതിന് ശേഷം ചെയ്ത ഷോർട്ട് ഫിലിമിലും ഞാനുണ്ടായിരുന്നു. അജു ചേട്ടനായിരുന്നു അതിൽ ഹീറോ. അതിന് ശേഷം മുത്തുകവും എങ്ങനെ, അപ്പോൾ ലോങ് ടൈമായിട്ടുള്ളൊരു കണക്ഷനാണ്. വാഴ 2 മുമ്പ് വ്യസന സമയത്തിലുണ്ടായിരുന്നു. അപ്പം വാഴ 2 വന്നപ്പോഴത്തേക്കും ഒരു ക്യാരക്ടർ ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾ അത് ചെയ്യുന്ന പറഞ്ഞിട്ടാണ് കാസ്റ്റ് ചെയ്തത്. നിനക്ക് വേണ്ടിയുള്ളതായിരുന്നു പറഞ്ഞൊരു വിളിയല്ലേ? അത് എനിക്ക് തോന്നുന്നു അത് എനിക്ക് വേണ്ടിയുള്ളത് തന്നെ. സത്യം, അത് കറക്റ്റാണ്. ഞാനതിങ്ങനെ അത് ചില സാധനം കൊണ്ടുവന്ന് തരും എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സംഗതിയാണ്. ഇപ്പം ഇതിനു മുന്നേ അങ്ങനത്തെ ഒരുപാട് റോളുകൾ ചെയ്തു. പക്ഷെ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും അരുൺ എന്ന് പറയുമ്പോഴത്തേക്കും ആ പഴയ ടോണിയും ഒളിമ്പ്യൻ അന്തോണി യാദവും ഒക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞ് പിന്നെ ആ സിനിമയിലെ കുറച്ച് കാര്യങ്ങളിലേക്ക് എത്താൻ തോന്നുന്നു. അപ്പോൾ അതായിരുന്നു തോന്നുന്നു ആദ്യം അഭിനയിച്ച സിനിമ, ഫസ്റ്റ് ഒളിമ്പ്യൻ അന്തോണി. അപ്പോൾ എങ്ങനെയായിരുന്നു ആ സിനിമയിലേക്ക് വരുന്നത്? ഭദ്രൻ സാറിന്റെ ടീമിലേക്കൊക്കെ വരുന്നത്? അത് ഞാൻ സ്കേറ്റിംഗ് ചെയ്യുമായിരുന്നു. ബേസിക്കലി നാഷണൽസിലൊക്കെ പോയിട്ടുള്ള ഒരു സ്കേറ്ററാണ്. അപ്പം ഞാൻ ഈ വണ്ടിയുടെ അടിയിൽ കൂടെ പോകുന്ന സംഭവം ചെയ്യാൻ തുടങ്ങി. അത് അന്ന് ഏഷ്യാനെറ്റിൽ നികേഷ് കുമാറായിരുന്നു അന്ന് ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയത്ത്. എൻ്റെ ഒരു ഇൻ്റർവ്യൂ പരിപാടിയൊക്കെ ഷൂട്ട് ചെയ്തു. അത് ചെന്നൈയിലിരുന്ന് ഭദ്രൻ സാറ് കണ്ടു. സാർ എന്നെ അന്വേഷിച്ച് വന്നിട്ട് അതിൻ്റെ അടുത്ത് വെച്ച് മീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറയുകയാണ്, അപ്പം ലാൽ സാറിൻ്റെ കൂടെ ഒരു പടം ഉണ്ട്, അതിന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അഭിനയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2.5 years കഴിഞ്ഞിട്ടാണ് ഷൂട്ട് തുടങ്ങിയത്. അതിന് ശേഷം ഒളിമ്പിലേക്ക് ലൊക്കേഷനിൽ വരികയും ടോണീസൊക്കെ ആവുകയൊക്കെ ചെയ്തത്. ശരിക്കും ലാലേട്ടൻ അതിൻ്റെ അകത്ത് അടുത്ത് പെരുമാറുന്ന 1-2 കുട്ടികളേ ഉള്ളൂ. അതിനകത്ത് പറഞ്ഞാൽ ടോണി ഉണ്ട്, പിന്നെ ടോണിയുടെ വളരെ അടുപ്പക്കാരനെ വേറൊരു കൂട്ടുകാരനുണ്ട്, പിന്നെ പെൺകുട്ടിയുണ്ട്. ഇവർ 3 പേരാണ് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ കഥാപാത്രം, അല്ലെങ്കിൽ ഒളിമ്പ്യൻ ഏറ്റവും ഇഷ്ടമുള്ള 3 കുട്ടികൾ. അപ്പോൾ നിങ്ങൾ 3 പേരും ലാലേട്ടനോട് ഏറ്റവും അടുത്ത് പെരുമാറുമ്പോഴേ എങ്ങനെയായിരുന്നു ലാലേട്ടൻ? നമ്മളന്ന് കാണുമ്പോഴും നമുക്കറിയാം ഇദ്ദേഹം വലിയൊരു നടനാണെന്നറിയാം. പക്ഷേ ആ സമയത്ത് എങ്ങനെയായിരുന്നു അവർ എക്സ്ചേഞ്ചും പരിപാടികളൊക്കെ? ലാലേട്ടൻ്റെ പറഞ്ഞു തരലും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞ പോലെ ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം പുള്ളി എന്നെ അടുത്തിരുത്തി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ ലൊക്കേഷനോ സിനിമയുമായി യാതൊരു ബന്ധമുള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്ന ആളല്ല, സിനിമയെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ കുറച്ച് കൂളാക്കി എപ്പോഴും പുള്ളി എന്നെ അടുത്ത് തന്നെ നിർത്തും. അതെനിക്ക് ഭയങ്കര ഓർമ്മയുള്ള കുറേ മെമ്മറീസാണ് അതൊക്കെ. പിന്നെ അത് പറഞ്ഞു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സീനുണ്ട്. ആ സീനിൽ ഞാൻ അമ്മയുടെ അടുത്ത് ഹേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ലാൽ സാറിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി വരും. അപ്പോൾ പുള്ളി പിറകെ വന്ന് എന്നെ പിടിച്ച് നിർത്തുമ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ ഒരു ക്ലോസ് എടുക്കുകയാണ്.
അപ്പം പുള്ളി അവിടെ ഇരിക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പോഴാണ് ഞാൻ അതൊക്കെ മനസ്സിലാക്കുന്നത്, അന്ന് എനിക്കറിയില്ല. അപ്പം പക്ഷേ പുള്ളി അവിടെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡയലോഗ് പറഞ്ഞു തന്നു. അപ്പോൾ അവിടെ സ്ക്രിപ്റ്റ് ഡയലോഗ് പറഞ്ഞു തന്നു. അപ്പോൾ ഞാനത് പറയാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഒന്നും ചെയ്തില്ല. പുള്ളി ഒറ്റ കാര്യം പറഞ്ഞു, നീ ഒരു കാര്യം ഞാൻ പറയാം അതേപോലെ എനിക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞത് എന്താണോ അത് കേട്ട് ഞാൻ അതേപോലെ പറഞ്ഞതാണ് ആ സീനിൽ ഇപ്പോഴും കാണുന്നത്. ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോ ഞാനിനി അവരോട് പോവില്ല, ഞാൻ നല്ല കുട്ടി ആയിക്കോളാം എന്നൊക്കെ പറയുന്നൊരു ഇമോഷണൽ സംഭവമുണ്ട്. അത് രണ്ട് ഇതിലൊക്കെയാണ് പോയിരിക്കുന്നത്. അത് ആക്ച്വലി പുള്ളി പറഞ്ഞത് അതേപോലെ ഞാൻ അങ്ങ് തിരിച്ച് പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയില്ല ആ മാജിക് എങ്ങനെ സംഭവിച്ചു. അല്ല ഇപ്പം അതിൻ്റെ അകത്തൊരു പെർട്ടിക്കുലർ ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം എൻ്റെയും കുട്ടിക്കാലമാണ് ആ സിനിമ. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു പാട്ട് നിലാ പൈതലേ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നമ്മളിപ്പോഴും റീവിസിറ്റ് ചെയ്യുന്നൊരു പാട്ടാണ്. അതിൻ്റെ വീഡിയോ കാണുമ്പോഴേ അതിനകത്ത് അരുൺ സങ്കടപ്പെട്ട് അമ്മയുടെ കൂടെ പോകാണല്ലോ. അപ്പോൾ അമ്മയെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞെങ്കിലും ഒളിമ്പ്യൻ തള്ളി വിടുവാണ്. അപ്പോൾ ആ ഒരു സീനിലെത്തുമ്പോഴേക്കും ലാലേട്ടൻ ഇക്ലി ഇടുന്നൊരു സീനുണ്ട്. അപ്പൊ ഈ മുഖത്ത് സങ്കടമുള്ള ടോണിക്ക് ഒരു ചിരി വരും, പക്ഷെ ആ ഒരു സങ്കടച്ചിരിയാ വരേണ്ടത്. അത് കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സങ്കടത്തിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് കൂട്ടുകാരനെ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി ഇങ്ങനെ കൈ ഇങ്ങനെ ഒന്ന് എന്താ പറയുക ഇങ്ങനെ ഒന്ന് ആക്കുന്ന സീനും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരെല്ലാരും പറഞ്ഞു തന്നിട്ടാണോ അതോ പറഞ്ഞു തന്നതാണ്? അതെല്ലാം പറഞ്ഞു തന്നതാണ്. അതെല്ലാം ഭദ്രൻ സാറിന്റെ ഒരു ക്രാഫ്റ്റിംഗ് ആണ്. ഞാൻ ഒരിക്കലും എനിക്ക് ഒളിമ്പ്യൻ അന്തോണി യാദവ് എന്ന് പറയുന്ന സിനിമയിലെ ടോണി ഐസക് നിങ്ങൾ എന്ത് കാണുന്നോ അത് ഭദ്രൻ സാറാണ്. സാറാണ് എല്ലാം നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഞാനൊരു പപ്പറ്റിനെ പോലെ നിന്നേ ഞാൻ പറയുള്ളൂ. അപ്പം പുള്ളിയാണ് എല്ലാം ചെയ്തത്. എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ നോക്ക്, ഇങ്ങനെ പറ, എന്നിട്ട് ഇങ്ങനെ ചെയ്യ് എന്നൊക്കെ നറേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ആ സംഭവം എല്ലാം നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഇത്രയും ഡീറ്റെയിലിംഗ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ അതാണ് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അടിപൊളി. എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ ഈ അരുൺ പറഞ്ഞ വാക്കുകളിൽ നിന്ന് എടുക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരുൺ സംവിധായകന്റെ വാക്കുകൾ വിശ്വസിക്കുന്ന ആളും പിന്നെ ഒരു എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് എടുക്കുന്നതും ഹോംവർക്ക് ചെയ്യുന്നതായിട്ടുള്ള ആളാണ്. അപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു കുട്ടേട്ടൻ വരെ എത്തി നിൽക്കുന്ന ജേർണിയിൽ എടുത്തിരിക്കുന്ന എഫേർട്ടുകളും ഹോംവർക്കുകളും ഉണ്ടാവുമല്ലോ? ഒരു കഥാപാത്രം പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ജസ്റ്റ് ഒരു എന്താ പറയുക, ഇപ്പോൾ സമപ്രായക്കാരനായിട്ടുള്ള ഒരാള് അഭിനയിച്ച് തകർക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ പിടിക്കണം എന്നറിയണമല്ലോ. ആ ഒരു ആഗ്രഹത്തിൻ്റെ അടുത്ത് ചോദിച്ചതേ ഉള്ളൂ. ഒരു ടൈം വരെ ഞാൻ സീരിയസ് അല്ലായിരുന്നു. ഞാൻ ഭയങ്കര കുട്ടിക്കാലത്തൊട്ട് വന്നപ്പോഴെല്ലാം അതൊരു നമുക്കറിയില്ല, അതിൻ്റെ സീരിയസ്നെസ് അറിയില്ല. നമ്മളെങ്ങനെയൊക്കെ ചെയ്തങ്ങ് പോയെന്നായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ബട്ട് ഒരു ടീനേജ് പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് സൈക്കിള് സ്പീഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഞാൻ സീരിയസ് ആയി. സിനിമ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇത്രയും നാൾ ചെയ്ത പരിപാടിയല്ല. നമ്മൾ കുറച്ചും കൂടെ മെച്യൂർഡ് ആവാൻ തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് സിനിമകൾ കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ക്യാരക്ടറിനെ നമ്മൾക്ക് നറേറ്റ് ചെയ്ത് തരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഡയറക്ടർ ഇപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു തരും ഇങ്ങനെയാണ് ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയായിരിക്കും. ബട്ട് അതൊന്നും നമ്മൾ സിനിമയിൽ വേറെ രീതിയിലൊന്നും പറയുന്നുമില്ല, ഒന്നുമില്ല. ബട്ട് അതിൽ ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ അതിനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുമ്പോഴത്തേക്കും ഓക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് തിങ്ക് ചെയ്യും. പിന്നെ ആ സീൻസ് വരുമ്പോഴത്തേക്കും ഞാൻ പല സീനിയേഴ്സ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയ സീനിയേഴ്സിൻ്റെ കൂടെയും ആയിട്ടുള്ള ആൾക്കാരോട് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അവർ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ ഞാൻ നോക്കും. സീന് വായിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടുള്ളതാണ്. എന്നാൽ സീനിന് മുമ്പുള്ള സീൻ എന്താണെന്നും മുമ്പ് എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ആ ക്യാരക്ടർ ഗ്രാഫ് എങ്ങനെയാണെന്നൊക്കെ നോക്കാനുള്ള കാര്യങ്ങൾ നോക്കും. അങ്ങനെയൊക്കെയാണ് നോർമലി വർക്ക് ചെയ്യുന്നത്. പിന്നെ ബാക്കിയെല്ലാം അങ്ങ് സംഭവിക്കുന്നതായിട്ടാണ്. ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ വിപിൻ ചേട്ടനുമായിട്ട് ഇത്ര അടുപ്പമുള്ളതുകൊണ്ടാണ് വിപിൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റുകളെല്ലാം ആദ്യ വായനയിലുള്ള ഒരാളായിരിക്കില്ലേ അരുണും? അപ്പോൾ പല സ്ക്രിപ്റ്റുകളും കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ച് ഉണ്ടാവും. അതായത് എടാ ഇത് ഇവിടെ തകർക്കൂടെ, ഇവിടെ കൈയടി വീഴും, അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവാറുണ്ടോ നിങ്ങൾ? ഒരു സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം ചെയ്യുന്നതും എല്ലാം എനിക്ക് വാഴയല്ല, അതിന് മുമ്പ് ബാക്കി ചെയ്ത പടങ്ങളെല്ലാം പുള്ളിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഐഡിയാസാണ്. ഈ ഐഡിയാസ് എല്ലാം നമ്മൾ ഒരുപാട് പഴയ മുത്തുക സമയത്തും അതിന് മുമ്പൊക്കെ ആയിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സംഭവം വരും, പെട്ടെന്നൊരു ഐഡിയ കിട്ടും, അത് അപ്പം തന്നെ എഴുതും, അപ്പം തന്നെ എന്നെ വിളിക്കും. എന്നിട്ട് വേണ്ടതായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ വിളിക്കും. അപ്പം ഞാനും പുള്ളിയും കൂടെ കാറിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളപ്പോൾ തന്നെ നമ്മളൊരു ടീ സ്പോട്ട് ഉണ്ട്, അവിടെ പോയി ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഒരു തോട്ട് വരുമ്പോൾ പുള്ളി പറയുന്ന സാധനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകും. ഇതൊക്കെ ഈ പറഞ്ഞ സ്ക്രിപ്റ്റിങ്ങിലുള്ള ഇമോഷൻസ് വർക്ക് ചെയ്യുന്നതും അതിൽ ആൾക്കാർ ബന്ധങ്ങളെ പറ്റി കണക്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമായിട്ട്
ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. മിക്കവാറും ഉള്ള സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ടുണ്ട്. എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് വായിക്കാൻ തരും. ഇപ്പോൾ ഈ വാഴ 2 വായിച്ചപ്പോഴേ അതിൻ്റെ അകത്ത് ഇതേപോലെ സ്പോയിലറല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അകത്ത് പോലെ കയ്യടി വീഴുമെന്ന് ഉറപ്പിച്ച ഏതെങ്കിലും ഒരു സ്പോട്ട് പറയാൻ പറ്റും? അത് ഇപ്പോൾ 2 പ്രാവശ്യം വാഴ 2 കണ്ടില്ലേ? 2 കഴിഞ്ഞിട്ടുണ്ടാവും. 2 കണ്ടുള്ളൂ. 2 കണ്ടുള്ളൂ. അപ്പം ഞാൻ ഗസ് ചെയ്തിറക്കാം 2 തവണയിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു തിയേറ്ററിൽ ഇരുന്ന ആളുകളുടെ കൂടെ കണ്ട എന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും ഞാൻ ഗസ് ചെയ്ത് കറക്റ്റ് ആയി എന്നുള്ള രീതിയിലൊക്കെ ഏതൊക്കെയായിരിക്കും? ഈ വാഴ 2 ആക്ച്വലി നമ്മൾ തുടങ്ങിയപ്പം ഫസ്റ്റ് ഹാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട് തുടങ്ങുമ്പോൾ. ഓക്കെ, സ്ക്രിപ്റ്റിൽ ഫസ്റ്റ് ഹാഫേ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ഷൂട്ട് ഏകദേശം പകുതിയായപ്പോഴാണ് സെക്കൻഡ് ഹാഫ് എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നേരത്തെ ഐഡിയ ഉണ്ട് ചേട്ടൻ്റെ കയ്യിൽ. അത് കംപ്ലീറ്റ് ചെയ്തത് അതിന് ശേഷമാണ്. കംപ്ലീറ്റ്ലി എല്ലാം വെച്ചിട്ടാണ് ആ സാധനം കംപ്ലീറ്റ് ചെയ്തത്. ഇതിൽ ഈ പറഞ്ഞ പോലെ എവിടെ വർക്കാവും എന്നുള്ളതൊന്നും എനിക്ക് വലിയ ഇതും കിട്ടിയില്ല. കാരണം ഇമോഷൻസ് ഒക്കെ കണക്ട് ആവണമെങ്കിൽ അത് വിഷ്വലിയും പാട്ടും ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടെ വരുമ്പോഴാണല്ലോ ആൾക്കാർ കണക്ട് ആകുന്നത്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഡീപ്പായിട്ട് പോകുമെന്ന് അറിയില്ല. എന്തായിരുന്നാലും ഉറപ്പായിട്ട് എനിക്കറിയാം അതിലൊരു പാട്ട് ഒരു സംഭവം വരും, അത് ഇമോഷണലി അവർ വർക്ക് ആവുന്ന പിടിക്കും എന്നുള്ളതൊക്കെ അറിയാം. പിന്നെ അവർ പെർഫോം ചെയ്യുന്ന രീതിയും കൂടെ ഒക്കെയാണ് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കും. പക്ഷെ ടോട്ടാലിറ്റിയിൽ വന്നപ്പം ആ സാധനങ്ങളെല്ലാം വർക്കായി. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ ആ PTA മീറ്റിംഗ് സീനില്ലേ, ആ സീനും ഞാൻ വായിച്ചപ്പോഴത്തേക്കും ഭയങ്കര വലിയ സീനായിരുന്നു. അതൊരു 10 മിനിറ്റോ 15 മിനിറ്റോ എന്തോ ഉള്ള സീൻ പോലെയായിരുന്നു. ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ അതെ കഴിഞ്ഞപ്പോൾ തന്നെ വിപിൻ ചേട്ടൻ തന്നെ പറഞ്ഞു ഇത് ഇങ്ങനെ പോകണ്ട, അത് ഒറ്റ ലൊക്കേഷനിലാവണ്ടെന്ന് വെച്ചിട്ടാണ് അതിനെ കുറേ ഇന്റർകട്ട്സ് വന്നു. സീൻ കട്ടായി അജു പറയും, പിന്നെ ബീച്ചേട്ടൻ പറയും, അങ്ങനെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വരും, പിന്നെ വീണ്ടും ഞാൻ പോലീസ് സ്റ്റേഷനിൽ നമ്മള് ചവിട്ട് കിട്ടുന്നത്, അങ്ങനെ മൊത്തം ആ സീൻ പിന്നെ ടോയ്ലറ്റിലേക്ക് വരും. ഇതെല്ലാം ഇങ്ങനെ ഇന്റർകട്ട് ചെയ്തപ്പോഴത്തേക്ക് അത് ഭയങ്കര രസമായിട്ട് മാറി. അത് അവിടെ ഫസ്റ്റ് ഉണ്ടായിരുന്ന അങ്ങനെയല്ലായിരുന്നു, അത് അവിടെ വെച്ചിട്ട് മാറ്റിയതാണ്. അടിപൊളി. എന്തായാലും ഇപ്പൊ ഈ കുട്ടേട്ടൻ ആവാനായിട്ട് എടുത്ത ഒരു ചിന്തകളൊക്കെ ഉണ്ടാവുമല്ലോ. കുട്ടേട്ടന്റെ മാനസിക നില ഇങ്ങനെ ആയിരിക്കണം, കുട്ടേട്ടൻ ഇത്രയും സ്നേഹപൂർവ്വം സംസാരിക്കുന്ന ആളായിരിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതികൾ എന്തൊക്കെയായിരുന്നു ആ റോള് കിട്ടിയപ്പോൾ? നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അരുൺ സ്വന്തമായിട്ട് മനസ്സിൽ കണ്ടായിരിക്കും? എനിക്ക് ഇതില് ക്യാരക്ടർ കുറച്ചും കൂടെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് സവിൻ സായാണ്. സവിൻ്റെ വിപിൻ ചേട്ടൻ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, അവൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സവിൻ സായാണ് എന്നെ വിളിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ പറഞ്ഞു. അതൊക്കെ എങ്ങനെയാണ് ചേട്ടാ, വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള മെൻഷൻ ജ്യൂസ് കട നടത്തുന്നു, പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ആ ക്യാരക്ടറിന് കുറച്ചും കൂടെ ഒരു ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ടോയ്ലറ്റിലൊക്കെ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ സ്കൂളിലെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒന്ന് അജിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടറിനെയും ഈ കുട്ടേട്ടനെയാണ് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം. അത് ടോയ്ലറ്റൊക്കെ അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് പിന്നെ റീഎഡിറ്റിൽ എല്ലാം മാറിയതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ്. പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതാണെന്നുള്ളത് പിന്നീട് മനസ്സിലാവുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ ഇയാളുടെ സൈഡിലുണ്ട്, അതുകൊണ്ടാണ് കുട്ടേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്. അങ്ങനെയാണ് നമ്മൾ ആ ക്യാരക്ടർ വരില്ല. അപ്പോൾ വളരെ സ്നേഹത്തോടെ ആയിരിക്കും. അപ്പോൾ അതിലൊരു സീൻ ഫസ്റ്റ് ഒരു പാട്ടിലെ ഫൈറ്റിൻ്റെ ഇടയിൽ ഞാൻ വന്ന് എല്ലാവരും പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കൊക്കെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ വന്ന് ഇവരെല്ലാം പിടിച്ച് മാറ്റി, ഇവന്മാരെല്ലാം പോടാ കുട്ടേട്ടനാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ബിൽഡ് ചെയ്ത് മാറ്റുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഏതോ ഒരു നാട്ടുകാരൻ, ഇയാൾ ഈ ഷൂട്ട് കണ്ടിട്ടില്ല, ഷൂട്ട് നടക്കുന്ന അറിയില്ല, പുള്ളി ഓടിക്കൊണ്ടൊരു എന്ത് വല്ലൊരു ഈ പിള്ളേർ ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് ചാടി, തൻ്റെ വീട്ടിലായിരുന്നു പിള്ളേരായിരുന്നു നോക്കാൻ എനിക്കറിയാം, അവർക്കും അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചങ്ങ് പോകും. പുള്ളി ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നിൽക്കും. അത് ആക്ച്വലി ശരിക്കും നടന്നതാ. ബട്ട് അത് പാട്ടിലേക്ക് ആയതുകൊണ്ടാണ് അതൊന്നും പറയാത്തത് വന്നത്. പക്ഷെ അപ്പൊ അങ്ങനത്തെ ഒരാളാണ്. അത് പിള്ളേരെ കുറ്റം പറയാൻ പോലും പുള്ളിക്ക് അങ്ങനെ സമ്മതിക്കാത്ത ഒരു ക്യാരക്ടറാണ്. അങ്ങനെ പോയതാ. എന്നിട്ട് പിന്നീടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇയാളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെ വർക്കാവും എന്നുള്ളതൊക്കെ കുറച്ച് ടെൻഷനായിരുന്നു. അങ്ങനെയാണ് അത് പോയത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഈ പറഞ്ഞ ഹൈഡ്രോഫോണിക് അതെ അതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും സ്കൂളിന്റെയോ കോളേജിന്റെ അടുത്ത് ഇഷ്ടക്കാരനായിട്ടുള്ളൊരു ബേക്കറി ചേട്ടനോ ഒരു ചായക്കട ചേട്ടനോ ഉണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കഥാപാത്രമാണ് ഈ പറഞ്ഞ കുട്ടേട്ടൻ. ശരിക്കും ഇപ്പോൾ മലയാള സിനിമയിൽ ആദ്യം ചെയ്ത ഹിറ്റുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒളിമ്പ്യൻ്റെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയം വരുന്നു, അങ്ങനെ സിനിമകൾ ഇങ്ങനെ ഹിറ്റ്, ഇങ്ങനെ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും സക്സസ്ഫുൾ ചൈൽഡ് ആർട്ടിസ്റ്റുകളുടെ ഗണത്തിൽ അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടുത്താവുന്ന ആൾ തന്നെയാണ് അരുൺ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് എപ്പോഴെങ്കിലും മലയാള സിനിമ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്ന് തോന്നിയിട്ടുണ്ട്? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മനസ്സിലെങ്ങനെ? എനിക്ക് അങ്ങനെ ഞാനായിട്ട് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ പല സ്ഥലത്തും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പല സ്ഥലത്തും പല പോസ്റ്റിലും പല പടത്തിൻ്റെ ഇതിലൊക്കെ വരുമ്പോൾ കമൻസ് കാണാറുണ്ട്.
സിനിമയ്ക്ക് നമ്മൾ ആവശ്യമല്ല എന്ന് പറയില്ലേ, നമുക്കാണ് സിനിമ ആവശ്യം. അതാണ് ബേസിക് കാര്യം, അതാണ് സംഭവം. അപ്പം അത് സിനിമ കൺസിഡർ ചെയ്യണോ ഇല്ല എന്നുള്ളതല്ല, നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ സിനിമയുടെ ഭാഗമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിൽ വെച്ച് ബട്ട് ഞാൻ പറയാം, ഞാൻ കുറച്ച് ലക്കിയാണ്. കാരണം കുറേ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വലുതായപ്പോൾ പോലും ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം പലതും റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ സിനിമ കാണുന്ന ആൾ ആ ക്യാരക്ടർ മറക്കത്തില്ല, അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ വാഴയിലാണെങ്കിലും കുട്ടേട്ടൻ എല്ലാവർക്കും ഓർമ്മ കാണും. കുട്ടേട്ടൻ അത്രയും ആൾക്കാർക്ക് കണക്റ്റായി, അല്ലെങ്കിൽ അത് ഒരുപാട് സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറായി മാറി. കഥയുടെ ട്വിസ്റ്റ് പോലും പുള്ളിയാണ്. പിന്നെ വ്യസന സമേതം ചെയ്യുമ്പോഴത്തേക്കും, വ്യസന സമേതം കണ്ടതിൽ 4 സീനേ ഞാനുള്ളൂ. ബട്ട് പടം കണ്ടിറങ്ങുന്ന ഒരാൾ എന്നെ എന്തെങ്കിലും പറയാതെ ഇറങ്ങത്തില്ല. തിയേറ്ററിലൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ റെസ്പോൺസുകൾ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് ചൂടായിട്ട് പറഞ്ഞത്? ആരും ചൂടായതല്ല. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ള ഒരു കാര്യം, ഒളിമ്പ്യൻ തിയേറ്ററിൽ കാണാൻ പോയപ്പോഴാണ്. അപ്പോൾ ഞാൻ 5-ാമത്തെ 6-ാമത്തെ പ്രാവശ്യം തിയേറ്ററിൽ കാണാൻ പോവാ ഞാൻ. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത്, ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു ചേച്ചി ഇരിപ്പുണ്ട്. പുള്ളിക്കാരി എന്നെ കണ്ടിട്ട്, അന്ന് കുറച്ചും കൂടെ ആൾക്കാർ എക്സ്പ്രസീവാണ് എന്ന് തോന്നി. പുള്ളിക്കാരി ഇനി എന്നെ പറയാമെന്ന്, ഇങ്ങനെ ഒരു ചെറുക്കനുണ്ടോ, ഇത്രയും വികൃതിക്കാരൻ, അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനിതെല്ലാം കിടച്ച് ഞാൻ വിചാരിച്ച് ഇവരിപ്പം എന്നെ കണ്ടാൽ പഠിക്കും. ആ ഒരു മൈൻഡിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക. പക്ഷേ പടം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരെ എണീറ്റ് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നോക്കിയിട്ട് ഞാൻ വിചാരിച്ച പണിയായി. പക്ഷെ പുള്ളിക്കാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കണ്ടപ്പോൾ. അങ്ങനെയുള്ള റെസ്പോൺസ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം അതായിരുന്നു തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. ഞാൻ ഈ പറഞ്ഞ വ്യസന സമയത്തിലെ, അതാണ് നമ്മൾ പെട്ടെന്ന് തിയേറ്റർ റെസ്പോൺസിലേക്ക് എത്താൻ കാരണം. വ്യസന സമയത്തിലും വളരെ ഈ പറഞ്ഞ പോലെ ടോക്സിക് എന്ന് പറഞ്ഞാൽ പോലെ അതിൽ വലിയ എന്തെങ്കിലും പദം ഉണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ അത് കണ്ടിറങ്ങിയപ്പോഴും ആളുകളുടെ, ഇപ്പോൾ 22 ഫീമെയിൽ കോട്ടയം കണ്ടിറങ്ങിയ സമയത്ത് ചില ആളുകളുടെ റെസ്പോൺസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് അന്നെങ്ങും ഇല്ലാത്ത സ്നേഹം കാണിച്ച ആൺകുട്ടികൾ ഉണ്ടായിരുന്നു തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അത് പറയുന്നത് റോങ് ആണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ പലരും. അപ്പോൾ അത്രയും ഒഴിഞ്ഞു മാറി തന്നു, ഞങ്ങൾക്ക് പോകാൻ വഴി തന്നു എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു കഥാപാത്രം കണ്ടിറങ്ങിയപ്പോഴത്തേക്കും ആരെങ്കിലും മോനെ ഇങ്ങനെയൊന്നും പെരുമാറരുത് കേട്ടോ എന്നങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? എൻ്റെ അടുത്തില്ല, ഇങ്ങനെയൊക്കെയാണോ അവൻ അല്ലെങ്കിൽ എന്ന് വൈഫിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കുറേ പേർക്ക് നമ്മൾ അറിയാവുന്നതുകൊണ്ട് അതൊരു ക്യാരക്ടറാണെന്ന് അക്സെപ്റ്റ് ചെയ്തു. ബട്ട് എന്നാൽ ഇങ്ങനെ ഒരാൾ, ഈ കുറേ ആൾക്കാർക്ക് അങ്ങനെ റിയൽ ലൈഫിൽ ഉണ്ടാവാം എന്ന് ചിന്തിക്കാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു. ആർക്കും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഒരാളുണ്ടോയെന്ന് നോർമലി പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മളൊരാളുടെ സ്റ്റോറിയൊക്കെയാണ്, അയാളുടെ പറയണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ്, നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ. അപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കും അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ, കാരണം നമ്മുടെ മൈൻഡിൻ്റെ തോട്ട് നമ്മുടെ രീതി വെച്ചിട്ടായിരിക്കും ചിന്തിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി, ഓക്കെ ഇങ്ങനെയുള്ളവരെ കാണും എന്നുള്ള സാധനം സിനിമയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലേ ഇപ്പോൾ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ആരായിരിക്കും ജീവിതത്തിൽ? ഇൻഫ്ലുവൻസ് ചെയ്തത് അച്ഛൻ എനിക്ക് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. കാരണം എൻ്റെ അച്ഛൻ 10th ഫസ്റ്റ് ഫെയിലായിട്ട് അച്ഛൻ പറഞ്ഞതാണ്. അപ്പം ഫെയിലായിട്ട് അപ്പം ഇനി പഠിക്കേണ്ടെന്ന് അപ്പം പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. 10th ഫെയിലായി. ബട്ട് പുള്ളി വേറെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോയി ഒരു ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ പോയി പഠിച്ച് 10ാം ക്ലാസ് പാസ്സായി. പിന്നെ ഡിഗ്രി എടുത്തു, MA എടുത്തു, പിന്നെ എന്തൊക്കെ പഠിക്കാൻ പറ്റും കുറേയൊക്കെ പഠിച്ചു. അപ്പോൾ ഒരു സ്ഥലത്ത് ഫെയിലിയർ വന്നാലും നമുക്കത് നോക്കരുത്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം എന്നുള്ളത്, അല്ല അവിടെ നിന്നാൽ മതി എന്ന് തീരുമാനിക്കരുതെന്ന് എനിക്ക് ഇൻസ്പിറേഷൻ തന്നത് അച്ഛനാണ്. സിനിമയിലാണെങ്കിലോ ഏറ്റവും കൂടുതൽ നോക്കി പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്കും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ചില ആൾക്കാരെ കണ്ടിട്ട്? അത് എനിക്ക് എല്ലാ നടന്മാരുടെ തോന്നാറുണ്ട്. ഒരാളെന്നല്ല, പുതിയൊരാൾ വന്നാൽ പോലും എനിക്ക് തോന്നാറുണ്ട് ഇതെങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ്. എല്ലാവരും എനിക്ക് ഇൻസ്പിറേഷൻസാണ്. കാരണം നമ്മൾ ഒരു കണ്ടു പഠിക്കുന്ന ഒരു മേഖലയാണല്ലോ, കണ്ടു പഠിക്കുക, അല്ലെങ്കിൽ നമ്മളത് കുറച്ച് എന്താ പറയുക, നമ്മൾ വീക്ഷിക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ ഒബ്സർവ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പം അതേപോലെ തന്നെയാണ് ഞാൻ എല്ലാ ആക്ടേഴ്സിനെയും ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഒന്ന്, പിന്നെ ഞാൻ ചെറുപ്പത്തിലെ തൊട്ടേ പറയുന്നുണ്ട്, എനിക്കൊരു വലുതാകുമ്പോൾ വിജയരാഘവൻ സാറിനെ പോലെയോ അല്ലെങ്കിൽ സിദ്ദിഖിക്കൊക്കെ പോലെയൊക്കെ ഒരു വേഴ്സറ്റൈലായിട്ട് വർക്ക് ചെയ്യാൻ എന്തും ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ചെയ്യണം, അങ്ങനത്തെ ടൈപ്പിൽ ആവണമെന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുമായിരുന്നു. ഞാൻ പറയുന്നത് പണ്ട് ചെറുപ്പത്തിൽ പറയുമായിരുന്നു. കാരണം എനിക്ക് അത്രയും എല്ലാവരും എനിക്ക് ഇൻസ്പിറേഷൻസ് ആണ്. അല്ല, ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരേ സമയം അവരൊരു കൂട്ടുകാരനായിട്ടും വരും, ഇപ്പുറത്തെ അടുത്ത സിനിമയിൽ ഒരു വില്ലനായിട്ട് വരും, വയസ്സായിട്ട് ഏത് ഇങ്ങനെ വേണം ചെയ്യും. അത് ബട്ട് അന്നത്തെ ഒരു രീതി മാറി സിനിമയുടെ.
ഇപ്പം വയസ്സായ ക്യാരക്ടർ ആണെങ്കിൽ വയസ്സായ ഒരാളെ പ്ലേസ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യുന്ന മാറിയല്ലോ. പക്ഷെ ഇപ്പൊ പൂക്കാലത്തിലേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതെ അതെ അതെ. വിജയരാഘവൻ സാർ വേറെ ലെവലിലാണ് ചോദിച്ചത്. ഇപ്പൊ കഥാപാത്രങ്ങളുടെ കാര്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ അഭിനയിക്കണം എന്ന് തോന്നിയിട്ടുള്ള ചില ടൈപ്പ് കഥാപാത്രങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞത് ഇങ്ങനെ പ്രൊഫഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ അല്ല, പക്ഷെ ചില മാനസിക നിലയോ അല്ലെങ്കിൽ ചില രീതിയിൽ ചിന്തിക്കുന്ന ആളുകളോ ഒക്കെ പോലെ അഭിനയിക്കണം എന്നുണ്ടാവില്ലേ? അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ പെർട്ടിക്കുലർ ആയിട്ട് അങ്ങനെ ഒന്നും ആലോചിച്ചില്ല. ബട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്താൽ നന്നായിരിക്കും. ഒരു മനസ്സിലിടയ്ക്ക് തോന്നും എപ്പോഴും അയ്യോ പാവം, വീട്ടിൽ മിക്ക പടത്തിലും കുറേയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവർക്കും പാവ അനിയൻ, പാവൻ നായകനാണെങ്കിൽ പോലും പാവം നായകൻ. അതെ അതെ, അങ്ങനത്തെ രീതിയിലാണ് പോയിക്കൊണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറി ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ ചെയ്താൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിലേക്കൊന്നും ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അതിനെ ചെയ്തത് അങ്ങനെയാണ്. ഒളിമ്പ്യനിലെ തുടക്കം മൊത്തം വികൃതിയും പ്രശ്നങ്ങളും ഉള്ള ഒരാളായിട്ടാണ്. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു അതിന് ശേഷം ചെയ്ത വ്യസന സമയത്ത് തന്നെ ആയിരിക്കണം ഒരു നെഗറ്റീവ്. അതെ, വേറൊരു ഷെയ്ഡ്. പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ് സീരീസ് ഒരു പരിപാടി. അങ്ങനെ വേറെ ഡിഫറെൻ്റ് ഒരു സംഭവമാണ്. ആങ്സൈറ്റി അശോക് എന്നാണ് വെബ് സീരീസിൻ്റെ പേര് പോലെ തന്നെ അശോകനായിട്ട് ഞാനാണ്. ആങ്സൈറ്റി ഉള്ള ഒരാളുടെ കഥയാണ്. ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒന്നും അങ്ങനത്തെ ഒരാളുടെ ലൈഫിലൂടെ പോകുന്നൊരു സബ്ജക്റ്റാണ്. അത് കുറച്ച് പ്രശ്നക്കാരനാണോ കഥാപാത്രം? അല്ലെങ്കിൽ പ്രശ്നക്കാരനൊന്നുമല്ല, അയാൾ പാവം. പക്ഷെ അയാൾ ആങ്സൈറ്റി കൂടി ഓവർ തിങ്കിങ് അങ്ങനെയൊക്കെ ഉള്ളൊരു എക്സ്ട്രീമിറ്റിയിൽ പോകും പുള്ളി. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതിന് കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു ഹാഫ് അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര ഇൻട്രോവേർട്ട് കൈൻഡ് ഓഫ് ക്യാരക്ടർ കൂടെയാണ്. അപ്പം അതുകൊണ്ട് ഈ സൈഡിൽ വേറൊരു സംഭവമുണ്ട്. ഇവന് എല്ലാം കൊണ്ടും അത് അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊരു ക്യാരക്ടർ ടൈപ്പാണ് പോകുന്നത്. അജിത് ജാനാണ് ഡയറക്ടർ, റാസിമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റാസിം എന്ന ഒരാളാണ്. പിന്നെ ആതിര പട്ടേലാണ് എൻ്റെ പെയറായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ കൂടാതെ ഒരുപാട് നല്ല ആക്ടേഴ്സ് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ. പുതിയ ആൾക്കാരാണ് മിക്കതും, പക്ഷെ അവരെല്ലാം നല്ല രസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനടി OTT-യിൽ അത് പ്രതീക്ഷിക്കാം. അതെ അതെ, ഉടനെ കാണാം. അനൗൺസ്മെൻറ്റ് ഉടനെ ഉണ്ടാവട്ടെ തന്നെ. ഇപ്പോൾ നമ്മൾ നേരത്തെ കഥാപാത്രങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അരുൺ ചെയ്തൊരു കഥാപാത്രം കാണുമ്പോഴേ ആളുകൾ പൊതുവെ കമ്പയർ ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നത് കമ്പയറിംഗ് എന്ന് പറയുന്നത് തെറ്റായിരിക്കും ചിലപ്പോൾ. കമ്പയറിംഗ് എന്നല്ല, ആളുകൾ പറയുന്നത് ഇതാ ഒളിമ്പ്യൻ അന്തോണിയാകത്തിലെ കുട്ടിയാണല്ലോ എന്ന് പറയാറുണ്ട്. അതായത് അവർക്ക് പേരറിയാം, അരുൺ എന്നാണ് പേരെന്നറിയാം, അല്ല ഒളിമ്പ്യൻ അന്തോണിയാകത്തിലെ കഥാപാത്രത്തിന് ഒരു ടോണി എന്നാണെന്നറിയാം, പലതും അറിയാം. അതായത് എന്താ പറയുക, സ്കേറ്റ് ചെയ്യുന്ന കുട്ടി എന്ന് പറയാനറിയാം. ഇതൊക്കെ വിട്ടിട്ട് ഇതാ ഒളിമ്പ്യനിലെ കുട്ടിയല്ലേ എന്നാ പറയുള്ളൂ. അപ്പം അത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു ഗുണമായിട്ടുണ്ടോ അല്ലെങ്കിൽ ദോഷമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരിടത്ത് പെട്ടുപോയ പോലത്തെ ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് ആ ചോദ്യം എനിക്ക് മനസ്സിലായി. അതല്ല, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് നമ്മളൊരു കഥാപാത്രം കൊണ്ട് അറിയുക എന്നുള്ളത് ഭയങ്കര, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയതല്ലേ. ഒളിമ്പ്യൻ ടോണി ഐസക് എന്ന ക്യാരക്ടർ ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കണമെങ്കിൽ അതിനൊരു ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള വാല്യൂ ഉള്ളൊരു ക്യാരക്ടറാണ്. അതിനുശേഷം ഞാൻ ഒരുപാട് സിനിമ ചെയ്തു. ചിലർക്ക് സ്പീഡ് ഓർമ്മ കാണും, ചിലർ സൈക്കിള് പറയും, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ പറയും. ബട്ട് സ്റ്റിൽ അത് ഓർക്കുക, അത് വെച്ചിട്ട് ഓർക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ അത്രയ്ക്ക് ആ ക്യാരക്ടർ അത്ര നല്ലതായിട്ട് വന്നതുകൊണ്ടാണ് ഈ സംഭവം. അപ്പം അത് ബേർഡൻ. ഇപ്പം പുതിയൊരു നടനാണെങ്കിൽ ഇപ്പോഴത്തെ സിനിമയിൽ ഒരാളൊരു ക്യാരക്ടർ ചെയ്തു. ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു, അയാളെ ഭയങ്കര. ബട്ട് ആ പേരിലായിരിക്കും പുള്ളിയും ഇനി കുറേ കാലം. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ മേളിലോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ രജിസ്റ്റർ ആവണം. അപ്പം കുട്ടേട്ടൻ ഏകദേശം എല്ലാവരും കുട്ടേട്ടനായി. അത് പടവും അത്രയ്ക്ക് ഹിറ്റായതും എല്ലാവരും കണ്ടു, ആ ക്യാരക്ടറും രജിസ്റ്ററായി. അതോ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടായി. ബട്ട് സ്റ്റിൽ കുട്ടേട്ടൻ ചേട്ടാ പഴയ ഒളിമ്പ്യനിൽ അഭിനയിച്ച ആളല്ലേ. അന്നേ ചില കമൻസ് ആണ്, അന്നേ വികൃതിക്കാരനാണ്, ഇപ്പം ഇങ്ങനെയായെന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല, ഇതിൻ്റെ അകത്തൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ആൾക്കാർ വരെയും. ഇപ്പോൾ ചില ഇഷ്ടമുള്ള കഥാപാത്രങ്ങളുടെ ബാക്ക് സ്റ്റോറി ആൾക്കാർ പറയുമ്പോഴേക്കും ഇവ പറഞ്ഞ പോലെ അന്നേ ഇവൻ വികൃതിയായിരുന്നു, വലുതായി വന്നപ്പോൾ കുട്ടേട്ടൻ വലിയ പ്രശ്നക്കാരൻ. കുട്ടേട്ടൻ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, പണ്ടേ പ്രശ്നക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് കാണുന്നുണ്ട്. അത് കണക്ഷൻ വിടത്തില്ല. ഒരിക്കലും അങ്ങനെ പോകും തോന്നില്ല. അത് പക്ഷെ ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷെ എക്സ്ട്രീംലി അതിനകത്ത് സന്തോഷം അനുഭവിക്കുന്നേ ഉള്ളൂ എന്നല്ലേ? അതെ, അത്രേ ഉള്ളൂ. ഗംഭീരമാണ്. എന്തായാലും എന്ത് പറയാ, ഞാൻ പറഞ്ഞത് ഒളിമ്പ്യൻ എപ്പോഴും എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. ഇനി എത്ര സിനിമ ചെയ്തെന്നാലും ശരി, ഒളിമ്പ്യൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സിനിമയാണ്. വാഴ 3യെ കുറിച്ച് എന്തെങ്കിലും പറയാറായോ? അതായത് ഇപ്പോൾ വിപിൻ ദാസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും
ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക്, വിപിൻ ദാസിൻ്റെ വളരെ വലിയ സ്നേഹിതൻ എന്നുള്ള നിലയ്ക്ക് ഐഡിയ വന്നാൽ ആദ്യം വിളിച്ച് മച്ചാനെ ഒരു സാധനം കിട്ടിയിടാന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, വാഴ 3 കുറിച്ച് എന്തെങ്കിലും വെളിപ്പെടുത്താൻ? ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. എഴുത്ത് തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. എൻ്റെ അറിവിൽ തുടങ്ങിയിട്ടില്ല. ഐഡിയ പറഞ്ഞല്ലോ, പെൺകുട്ടികളുടെ കഥയാണ് പറയുന്നത്. അവരുടെയും കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ. അതൊരു സിനിമയിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത് മാത്രമേ എനിക്ക് വേറെ അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതുപോലെ തന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അരുൺ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിടത്ത് യാത്ര പോകുമ്പോഴേ ഏറ്റവും കൂടുതൽ അവിടുന്ന് എന്തൊക്കെയാണ് ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് എടുത്തുകൊണ്ട് പോരുന്ന കാര്യങ്ങൾ പലതുണ്ടാവുമല്ലോ. ഇപ്പോൾ പാട്ടുകാരൊക്കെ ചില യാത്രകൾക്ക് പോയി കഴിയുമ്പോഴേ ചില സാമ്പിൾസ് കളക്ട് ചെയ്തുകൊണ്ട് പോരും. മ്യൂസീഷ്യൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മ്യൂസിക് കമ്പോസേഴ്സ് ആണെങ്കിൽ അവിടെ നിന്ന് നല്ല ഇൻസ്ട്രുമെൻസിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഈ യാത്ര പോകുമ്പോൾ എന്തെങ്കിലും അങ്ങനെ കളക്ട് ചെയ്തിട്ട് പോരാറുണ്ടോ അവിടെ നിന്ന്, സോവനീർ പോലെ? യാത്ര ചെയ്യുന്നതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മനുഷ്യരെ പല ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ കൾച്ചേഴ്സിലുണ്ടാകുന്ന ഡിഫറൻസ് അവരുടെ ആറ്റിറ്റ്യൂഡിലും ബിഹേവിയറിലും എല്ലാം ഉണ്ടാകും. നമ്മൾ ചില രാജ്യത്ത് ചെല്ലുമ്പോഴത്തേക്കും ഒരു രാജ്യത്ത് തന്നെ രണ്ട് സ്ഥലത്ത് പോകുമ്പോൾ 2 സ്വഭാവമായിരിക്കും. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാർ പല രീതിയിലാണല്ലോ ബിഹേവിയർ. അതേപോലെ തന്നെ നമുക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ബിഹേവിയർ ആയിരിക്കും. ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ നോർത്ത് വിയറ്റ്നാമിൽ ബിഹേവിയർ ആയിരിക്കില്ല സൗത്തിൽ. അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഡിഫറൻസും ചില ആൾക്കാരുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. അത് തന്നെയാണ് എൻ്റെ. പിന്നെ മെയിൻലി ഞാൻ ട്രാവൽ ചെയ്യുന്നത്, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് പുതിയ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണ്, എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. പുതിയ ഫുഡ്, അവിടുത്തെ അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് എവിടെ പോകുന്ന അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഉദ്ദേശങ്ങളിലൊന്ന്. അങ്ങനെയൊക്കെ തന്നെയാണ് ട്രാവലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് എൻ്റെ സൂനിയർ. പക്ഷേ ഈ പറഞ്ഞ പോലെ ആളുകളുടെ ആ ഒരു പെരുമാറ്റവും ആളുകളുടെ രീതിയും ഒക്കെ കഴിയാവുന്നത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പോരും. അതെ. ഇപ്പോൾ എനിക്ക് ഇപ്പം എത്ര വർഷമുണ്ടോ? എനിക്ക് 98 തുടങ്ങിയ ജേണിയാണിത്. 2020 അല്ലേ, 99 തുടങ്ങിയ ജേണിയാണ്. 2026 എങ്ങനെയുണ്ടായിരുന്നു ജേണി? മൊത്തത്തിലൊന്ന് അളന്നു കുറിച്ച് ഒരു എന്താ പറയുക, ഒരു സിനിമ മോഹി എന്നുള്ള രീതിയിലൊന്ന് അളന്നു കുറിച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ജേണി? ആദ്യമൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ അത് പാടായിരുന്നു. കുറേ ടഫ് മേഖലകളുണ്ടായിരുന്നു, ടൈമുകളുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കയറി ഇങ്ങനെയാണ് എത്തിയത്. അത് സിമ്പിളല്ല. ഇപ്പോഴും അത് സിമ്പിളല്ല. ഇനി അങ്ങോട്ടാണെങ്കിലും നമ്മൾ കുറേ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലേ സിനിമയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് അങ്ങനത്തെ ഒരു സ്റ്റേജാണ്. അപ്പം നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പിള്ളേർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അഭിനയിക്കാൻ. ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. 4-5 പിള്ളേർ മാത്രമേ. എല്ലാവരും സൂപ്പറായിരുന്നു. അതാണ് പറഞ്ഞത്. അപ്പം അവരുടെ ചൂസിങ്ങിന് വലിയ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനും ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം ആ സ്ഥലത്ത് ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. ഞാനതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അത് ഇനി ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു മേഖലയായി. അപ്പം കൺസിസ്റ്റൻസി വേണം, കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈസി അല്ലായിരുന്നു. നമ്മൾ മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു, ഇപ്പോൾ എന്താ പറയുക, റോളുകൾ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന താരങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള അരുൺ ഓഡീഷൻസിന് പോയി അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചു ചോദിച്ച് അവസരങ്ങൾ തേടേണ്ടി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ ജേണി ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ സംഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതായത് വീണ്ടും വിളിച്ചു ചോദിച്ചിട്ടൊക്കെ റോളുകൾ തേടി പോകേണ്ട ഒരു അവസ്ഥ അതൊരു നെഗറ്റീവ് ഫ്രേസ് ആയിട്ട് പറയില്ലേ? ഒരിക്കലും അത് നെഗറ്റീവ് അല്ല. അത് ചെയ്യണം. ഇപ്പം എല്ലാവരും എല്ലാവരും നമ്മളെപ്പോഴും ഓർക്കണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നപ്പോൾ നമ്മൾ ഒരു ക്യാരക്ടർ എഴുതുമ്പോഴത്തേക്ക് ആ ക്യാരക്ടറിൽ ചിലപ്പം അന്ന് ചെയ്ത് അവനെ വിളിക്കാം എന്ന് ചിന്തിക്കത്തില്ല. കാരണം ഫ്രണ്ടിൽ നിൽക്കുന്ന ആരാണോ, ഇപ്പം നമ്മൾ നേരിട്ട് കാണുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതോ കണക്റ്റഡായി നിൽക്കുന്ന ആരാണോ അവരെ പ്ലേസ് ചെയ്യാനാണ് എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കാവും. അല്ലാതെ അപ്പം നമ്മൾ ഇത് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ റിമൈൻഡിങ് ആണ് അവരെ. ഞാനിവിടെ ഉണ്ട് ചേട്ടാ, സുഖം തന്നെ എന്നൊക്കെ വിളിച്ച് ചോദിക്കുകയും, അല്ലെങ്കിൽ പുതിയ പരിപാടിയാണ്, എന്താണ് ഓഡിഷൻസ് പരിപാടി എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ചോദിക്കുന്നത് തെറ്റൊന്നുമല്ല. അതൊരു തെറ്റായ ഒരു കാര്യമേ അല്ല. അത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ റിമൈൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. എല്ലാവരും എപ്പോഴും എല്ലാവരും ഓർത്തിരിക്കില്ലല്ലോ. മനസ്സിലായി. നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്കും പെട്ടെന്ന് ചിലപ്പോൾ ചില ആൾക്കാർക്ക് എഴുതുമ്പോഴത്തേക്കും ഒരു ആക്ടറിനെ ഓർത്തിട്ട് എഴുതുന്നത് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകും. അത് എല്ലാ സ്ക്രിപ്റ്റിലും വർക്കാവില്ലല്ലോ. എല്ലാവരുടെയും വേ അങ്ങനെ ആയിരിക്കത്തില്ല.
അതുകൊണ്ടാണല്ലോ അവർ ഇപ്പോൾ കാസ്റ്റിംഗ് കോളും ഓഡിഷൻസും എല്ലാം നടത്തുന്നത്. മനസ്സിലായി. ഞാനങ്ങനെ ചോദിക്കാൻ കാരണം വേറെ ഒന്നുകൊണ്ടല്ല, അത് അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം കേൾക്കുമ്പോഴത് ദേഷ്യം വരുമോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, അതായത് ചെയ്ത റോളുകൾ എല്ലാം രസമുള്ള റോളുകൾ. ഇപ്പം അരുൺ ചെയ്തിട്ടുള്ള, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ദിലീപേട്ടൻ്റെ കൂടെ അനിയനായിട്ട് ചെയ്താണെങ്കിലും, അല്ലിപ്പോൾ സൈക്കിളിൽ അനിയൻ്റെ റോളാണെങ്കിലും, നായകനായിട്ട് വന്ന മുകേഷ് ഏട്ടൻ്റെ മകനായിട്ട് വന്ന സിനിമയാണെങ്കിലും, അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഇപ്പം ധമാക്കയുടെ എല്ലാം ഇപ്പം റോൾസ് എല്ലാം എങ്ങനെയാണെങ്കിലും, ഇപ്പോൾ ഞാൻ പറയട്ടെ, മലയാളികളുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ എഴുത്തിൽ എപ്പോഴെങ്കിലും വരുന്നുണ്ട്, സോഷ്യൽ മീഡിയ സംസാരത്തിലെങ്കിലും വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കും ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ അങ്ങനത്തെ ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എല്ലാവരും ചോദിക്കണം. എല്ലാവർക്കും നമുക്കൊരു ഏതോ ഒരു ഇന്റർവ്യൂവിൽ ആരോ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, അതായത് അവസരമല്ലേ ചോദിക്കുന്നുള്ളൂ, കടമൊന്നുമില്ല, വേറൊന്നും. നമുക്കൊരു ചാൻസ് തരിക, നമ്മൾ അപ്പം നമ്മൾ വിളിച്ചൊരു ചാൻസ് വയ്ക്കുമ്പോൾ ഓക്കെ ഇവൻ ഇത്രയും പടങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവനൊരു സംഭവം കൊടുക്കാം, ചെയ്യും എന്നുള്ളത് ആളെ ഓർത്താലല്ലേ ചിന്തിക്കല്ലോ, അതേ ഉള്ളൂ. റിമൈൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ ജയേട്ടൻ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായത്, വിളിച്ചു ചോദിക്കുന്നതിന് നഷ്ടം, ചുമ്മാ വിളിച്ചൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞ പോലെ. എന്ന് പറഞ്ഞാൽ ഇത് സിനിമയെ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ. നമ്മളൊരു പടം ഹിറ്റായി, ഓക്കെ ക്യാരക്ടർ ഹിറ്റായെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങോട്ട് വിളിക്കുന്നത് വിചാരിച്ചിരിക്കാൻ പാടില്ല, അങ്ങോട്ട് തന്നെ വിളിക്കണം. സത്യമാണ്, അത് എല്ലാവർക്കും വേണ്ടിയുള്ള റിമൈൻഡർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഏതിൽ അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരെ ഇതേപോലെ കണക്റ്റഡ് ആയി നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞാൽ എപ്പോഴും നമ്മളെ അവരിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മൾ എന്താ പറയുക, സംസാരം വളരെ രസമുള്ള ജീവനുള്ള സംസാരമായിരുന്നു. അപ്പോൾ അത് നടത്തിയതിലും ഈ പറഞ്ഞ പോലെ ഞാൻ കുട്ടേട്ടൻ തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടേട്ടന് ഒരുപാട് നന്ദി. താങ്ക് യു.